ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതിയും വിവാഹം കഴിച്ചപ്പോഴേക്കും ആർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അഞ്ജലി ആണെങ്കിൽ കരച്ചിലോട് കരച്ചിലാണ്. ശ്യാം പറയുന്നുണ്ട്, അഞ്ജലി കുഞ്ഞൻ ചെയ്തത് വലിയൊരു തെറ്റാണ്, ഒരിക്കലും ഇത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശരിയാണ്, ഈ കല്യാണം അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എല്ലാവരും നിലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അഞ്ജലി പോകുവാണ്. അങ്ങനെ എല്ലാവരും നിലത്തേക്ക് അഞ്ജലി വിളിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയും വരുന്നുണ്ട്. അഞ്ജലി പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവരുടെ സംസാരിക്കാനുണ്ട്. എന്നിട്ട് ശ്രുതി വരുമ്പോഴേക്കും ശ്രുതിയുടെ അടുത്തേക്ക് അഞ്ജലി പോയിട്ട് പറയുന്നുണ്ട്, ശ്രുതി, ഈ വിവാഹം എനിക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കുടുംബത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ വിവാഹം. ഇത് വിവാഹമായിട്ട് ഞങ്ങൾ ആരും കണക്കാക്കില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ. ചേച്ചി എന്ന് പറയുമ്പോഴേക്കും, നിക്ക് കുഞ്ഞാ, ഞാൻ സംസാരിക്കട്ടെ. നിൻ്റെ ഓഫീസ് റൂം എന്നല്ല ഇത്, നീ സംസാരിക്കുന്നത് മാത്രം കേൾക്കാണ്ട്, ഇതൊരു വീടാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, എല്ലാം നിനക്ക് കേട്ടേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കും. ഈ കല്യാണം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാവോ, ഈ കല്യാണം വേണ്ട രീതിയിലല്ല നടന്നിരിക്കുന്നത്. അതിന് ആചാരമുണ്ട്, ഗൃഹപ്രവേശനമുണ്ട്, മുഹൂർത്തം, സമയം, അങ്ങനെ പലതുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ വിവാഹമാണെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സമാധാനമാവട്ടെ. അഞ്ജലി അതാണല്ലോ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ട് ശ്രുതിക്കും ഒരു സമാധാനമാവുണ്ട്. അതിനുശേഷം അഞ്ജലി പറഞ്ഞിട്ട്, അതുകൊണ്ട് എല്ലാ വിവാഹത്തെ പോലെ തന്നെ ഈ വിവാഹവും നടക്കണം. എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോട് കൂടി തന്നെ അശ്വിനും ശ്രുതിയും ഈ വീട്ടിൽ താമസിക്കണം. അതിനുവേണ്ടി ആദ്യം ഗൃഹപ്രവേശം എന്ന് അഞ്ജലി പറയണം. അങ്ങനെ ശ്രുതിനെ അഞ്ജലിനെ പുറത്തേക്ക്, അതായത് വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഡ്രസ്സുകളൊക്കെ മാറ്റി ശ്രുതി അഞ്ജലി പുറത്ത് പോയി നിൽക്കുവാണ്. എല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിൽ അരി വെക്കുവാണ്. അത് തട്ടിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ശ്രുതിയാണ് അത് തട്ടുന്നതെന്ന് അശ്വിൻ വിചാരിക്കണം. പക്ഷെ അങ്ങനെയല്ല, ശ്രുതിയല്ല. അഞ്ജലി പറഞ്ഞിട്ട്, ഇവിടെ കുറച്ച് ആചാരങ്ങളുണ്ട് കുഞ്ഞാ, നിനക്ക് അറിയാമായിരിക്കുമല്ലോ. ശ്രുതിനെ പൊക്കിയെടുത്തിട്ട് നീ വേണം ഇത് തട്ടിയിട്ട് അകത്തേക്ക് കയറാം. ചേച്ചി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചോദിക്കുമ്പോൾ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണം നടത്തിയല്ലോ, അപ്പം ആചാരങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്തേ പറ്റുമെന്ന് പറയുകയാണ്. അങ്ങനെ അശ്വിൻ ആ അരി തട്ടിയിട്ട് വലതുകാലം വെച്ച് ശ്രുതിനെ പൊക്കി അകത്തേക്ക് കയറുവാട്ടോ. നല്ല അടിപൊളി ഭാഗമാട്ടോ അത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.